ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾക്കൊരു സീലിംഗ് പ്ലാൻ വരയ്ക്കാമെന്നുള്ളതാണ്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾക്ക് ഈ ബെഡ്റൂമിൻ്റെ ഒരു സീലിംഗ് പ്ലാൻ നമുക്ക് എങ്ങനെ വരയ്ക്കാം. സോ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ബെഡ്റൂമിൻ്റെ ഈ സീലിംഗ് ഡീറ്റെയിൽസിൻ്റെ 3D ഇമേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ജിപ്സം സീലിംഗ് ആണ്. ജിപ്സം സീലിംഗ് വിത്ത് ഒരു ബൾക്ക് ഹെഡ് ഉണ്ട്. അതിൻ്റെ ചുറ്റും ഓൾ റൗണ്ട് കോവ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ഒരു ഹൈറ്റ് അസ്യൂം ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സീലിംഗ് നമുക്ക് എങ്ങനെ നമ്മുടെ പ്ലാനിൽ കാണിക്കാൻ പറ്റും. ഇപ്പം ഇവിടെ നമുക്കറിയാം ഈ ബെഡ്റൂമിൻ്റെയാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു റെഫറൻസ് സീലിംഗ് ഇമേജാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. സോ അതിനായിട്ട് ഞാനിവിടെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സീലിംഗ് എന്നുള്ളൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് നിങ്ങളുടെ പ്ലാനിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓൾ പ്ലാൻ എടുക്കുക. പ്ലാൻ എടുത്തതിന് ശേഷം കോപ്പി ചെയ്ത് വെക്കുക. കോപ്പി ചെയ്തതിന് വെച്ചതിന് ശേഷം നമ്മളുടെ ഈ ഫർണിച്ചർ ലേഔട്ടിൻ്റെ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് വരയ്ക്കാവുന്നതാണ്. സോ ഞാനിവിടെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എനിക്ക് ഇവിടെ ഈ ബെഡ്റൂമിൻ്റെ സീലിംഗ് പ്ലാൻ കാണിക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം ഈ സീലിംഗ് നമുക്കിപ്പോൾ കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ഓൾറൗണ്ടാണ് കോവ് ലൈറ്റ്, അതായത് ഇൻസൈഡ് വരുന്ന രീതിയിൽ ഒരു കോവ് ലൈറ്റ് കൊടുത്തേക്കുന്നത്. കോവ് ലൈറ്റ് കൺസീൽഡ് കോവ് ലൈറ്റാണ്, അതായത് ലൈറ്റ് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. സോ അത് ഒഴിച്ച് അതായത് സീലിങ്ങിൻ്റെ സെൻറ്റർ പോർഷൻ ഹൈറ്റ് കൂടുതലാണ്. ഓൾറൗണ്ട് ബൾക്ക് ഹെഡ് ഇറങ്ങി വരുന്നുണ്ട്. അതല്ലാതെ തന്നെ നമ്മളുടെ ഈ ഒരു കർട്ടൻ കോവ് ഇവിടെ ഒരു റെഫറൻസ് ഇമേജാണ്. സോ ഇവിടുത്തെ കർട്ടൻ കോവ് അതായത് കർട്ടൻ ഇടാനുള്ള കർട്ടൻ കോവ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോർമൽ 20 സെൻറ്റി, അതായത് 200 mm ആണ് നമ്മൾ നോർമലി കൊടുക്കുന്നത്. സോ ഞാനത് ആദ്യം വരയ്ക്കാം. എക്സൽ യൂസ് ചെയ്ത് എനിക്കിവിടെ ഒരു വിൻഡോ ഉണ്ട്, വരയ്ക്കുന്നു. സോ ഈസി ആയിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ട് ഞാനിപ്പം വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഓൾ റൗണ്ട് ഇവിടെ വരയ്ക്കുന്നു. സോ ഇവിടുന്ന് ഈ വിൻഡോയ്ക്ക് ഫ്രണ്ടിലോട്ട് ഒരു 200 ഗ്യാപ്പ്, അതായത് കർട്ടനുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം. കർട്ടൻ്റെ ഫിറ്റിങ്സിന് വേണ്ടിയിട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമ്മൾ അതേ 200 ഓഫ്സെറ്റ് ചെയ്യണം. സോ ഞാൻ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും വിൻഡോയുടെ ആ എൻഡ് പോയിന്റിൽ നിന്ന് ഞാൻ ഓഫ്സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ബാക്കിയുള്ളത് ഞാൻ ട്രിം ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി ഇപ്പോൾ എനിക്ക് ഇത് മെഷർ ചെയ്ത് നോക്കി നമുക്ക് ലാസ്റ്റ് മെഷർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതായിട്ടുണ്ട്, കർട്ടൻ കോവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിനകത്ത് വരേണ്ട ഈ ബൾക്ക് ഹെഡ് ഞാൻ കൊടുക്കുന്നത് ഒരു 60 സെൻറ്റിയാണ്. 600 ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ വരച്ച റെക്റ്റാങ്കിളിൽ നിന്ന് തന്നെ 600 ഞാൻ ഓഫ്സെറ്റ് ചെയ്യും. 600 നോക്കുമ്പോൾ ഇത് ചെറിയൊരു റൂമാണ്. നിങ്ങൾക്ക് ഇത്രയും കൊടുക്കാൻ, അതായത് 600 പുറത്തോട്ടുള്ള ഈ പ്രൊജക്ഷൻ ഒരുപാടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കുറയ്ക്കാം. അപ്പോൾ ഞാനൊരു 100 കൊടുത്ത് 500 കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈക്വലി ആയിരിക്കണം. നമ്മൾ എല്ലാ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈക്വലി ഉള്ള ഡിസ്റ്റൻസ്, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഈക്വലി ആയിരിക്കണം. സോ ഞാനിവിടെ ബൾക്ക് ഹെഡ് കാണിക്കുന്നുണ്ട്. സോ ഇനി നമ്മൾക്ക് കോവ് ലൈറ്റ് മെൻഷൻ ചെയ്യണം. അതായത് ഇൻസൈഡ് ഇതിനകത്ത് ഒരു കോവ് ലൈറ്റ് ഉണ്ടെന്ന് നമ്മൾക്ക് ഒരാൾക്ക് കോൺട്രാക്ടറിന് കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവണം. സോ അതിനായിട്ട് ഞാനൊരു 50 ഇവിടുന്ന് അകത്തോട്ട് ഓഫ്സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇവിടുത്തെ ബൈ ലെയറിൽ പോയിട്ട് നമ്മൾക്കിങ്ങനെ ഡാഷ്
എന്നുള്ള നമുക്ക് ഹിഡൻ എന്നുള്ള ഒരു നമുക്ക് ലെയർ മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇത് മനസ്സിലാവാൻ വേണ്ടി പ്രോപ്പർട്ടീസിൽ പോയി അതിൻ്റെ സ്കെയിൽ ഫാക്ടർ നമുക്ക് ലൈൻ ടൈപ്പ് സ്കെയിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് വേറെ ഇപ്പോൾ ഈ ലൈൻ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ലൈൻ കൊടുത്തു. ഇത് നമുക്ക് ഇതിനെ സ്പെസിഫൈ ചെയ്യുന്നത് നമ്മൾ ഇൻസൈഡിൽ ഒരു കർവ് ലൈറ്റ് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ലൈറ്റ്സായി. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത്, ഇപ്പം ഇതിന് ഒരു ബൾബ് ഹെഡ് ഇറങ്ങി നിൽപ്പുണ്ട്. അത് നമ്മളിവിടെ 500 കൊടുത്തു. ഇൻസൈഡ് ഒരു കർവ് ലൈറ്റ് ഉണ്ട്. അതിനുശേഷം ഇവിടെ ഫുള്ളായിട്ട്, കാരണം ഇവരുടെ ഈ റെഫറൻസ് ഇമേജിലെ വിൻഡോ എന്ന് പറയുന്നത് ഫുൾ വിൻഡോ ആണ്. അതുകൊണ്ടാണ് അവർ ഫുൾ കർവ് കൊടുത്തേക്കുന്നത്. നമുക്കൊരു സ്മോൾ വിൻഡോ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ ലെഫ്റ്റിൽ നിന്ന് വിൻഡോയുടെ റൈറ്റിൽ നിന്ന് 200 കൊടുത്തിട്ട് കർട്ടൻ കർവ് കൊടുത്തു. സോ ഇപ്പം നമ്മളിവിടെ നമ്മളുടെ സീലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തുള്ള സീലിങ്ങിനുള്ള ഫിക്സ്റ്റേഴ്സ്, ഇപ്പോൾ രണ്ട് സൈഡിലും എന്താണ് രണ്ട് സൈഡിലും അവർ നമ്മളുടെ സ്മോൾ പെൻഡൻറ്റ് ലൈറ്റ് തൂക്കിയിട്ടുണ്ട്. അതായത് സൈഡ് ടേബിളിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ നമ്മുടെ സൈഡ് ടേബിളിന് മുകളിലായിട്ട് ഇവിടെ രണ്ട് സൈഡിലും അതായത് പെൻഡൻറ്റ് ലൈറ്റ് കാണിക്കുക. ഈ BD1S എന്നുള്ള ഇതേ പൊസിഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ രണ്ട് ഇതിൽ സൈഡ് ടേബിൾ കാണിക്കുക. അപ്പം ഞാനൊരു പെൻഡൻറ്റ് ലൈറ്റ് കാണിക്കുക. സ്മോൾ പെൻഡൻറ്റ് ലൈറ്റ് കാണിക്കുന്നതിനായിട്ട് ഞാനൊരു ഇച്ചിരി വലിയ സർക്കിൾ വരച്ചു. വീണ്ടും അതിനകത്തോട്ട് ഓഫ്സെറ്റ് ചെയ്ത് പെൻഡൻറ്റ് ലൈറ്റ്. എനിക്കിതിപ്പോൾ കറക്റ്റ് പൊസിഷനാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വേണമെങ്കിൽ എനിക്കിവിടുന്ന് കറക്റ്റ് ഇത് കോപ്പി ചെയ്ത് ഈ ബെഡ് ഇവിടുന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവച്ച് കറക്റ്റ് പൊസിഷനിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഞാൻ സ്ക്രിപ്റ്റുള്ള വർക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെക്ക് ചെയ്യാൻ പറ്റും. സോ വീണ്ടും ഞാൻ സെയിം പെൻഡൻറ്റ് ലൈറ്റ് ഇതിൻ്റെ ഈ BD നമ്മുടെ സൈഡ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ട് കോപ്പി ചെയ്ത് ഇനി എനിക്ക് ആ ബെഡിനെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കറക്റ്റ് എക്സാക്റ്റ് നമ്മളുടെ സ്മോൾ പെൻഡൻറ്റ് ലൈറ്റിൻ്റെ പൊസിഷൻ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് സ്പോട്ട് ലൈറ്റ് വേണം. കാരണം രണ്ട് പെൻഡൻറ്റ് ലൈറ്റ് കൊണ്ടും കർവ് ലൈറ്റ് കൊണ്ടും ചില സമയത്ത് നമ്മൾക്ക് നമ്മുടെ റൂമിലാണെങ്കിൽ അത്രയും ഇത് കിട്ടണം എന്നില്ല. സോ നമുക്ക് ചെറിയ സ്പോട്ട് ലൈറ്റുകൾ നമ്മൾക്ക് ഇൻസൈഡ് ഒരു 4 കൊടുക്കാം. അല്ലെങ്കിൽ ഈ രണ്ട് ലാസ്റ്റ് ബൾക്കഡിൻ്റെ അവിടെ രണ്ട് സ്പോട്ട് ലൈറ്റുകൾ നമുക്ക് ഔട്ടറായിട്ട് നമുക്കിവിടെ രണ്ട് സ്പോട്ട് ലൈറ്റുകൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ പെൻഡൻറ്റ് ലൈറ്റ് മാർക്ക് ചെയ്തു, കർവ് ലൈറ്റ് മാർക്ക് ചെയ്തു. പക്ഷേ നമ്മൾക്കൊരു കോൺട്രാക്ടറിനോ നമുക്കൊരു ക്ലയൻറ്റിനോ കൊടുക്കുമ്പോൾ ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഹൈറ്റ് മാർക്ക് മെൻഷൻ ചെയ്യുമ്പോൾ ഞാൻ ഒരു സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ എൻ്റെ സീലിങ്ങിനൊരു ഞാൻ നമ്പർ കൊടുത്തു. ഈ സീലിൻ്റെ നമ്പർ CL01 കൊടുത്തു. ടെക്സ്റ്റ് ഹൈറ്റ് ഞാൻ കുറച്ചു. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തു CL01. അതിൻ്റെ ഹൈറ്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു 3000. അപ്പോൾ നമുക്ക് കാണാം
ഞാൻ സെൻറ്റർ ഹൈറ്റ് ഇപ്പോൾ 3000 ആണ് കൊടുക്കുന്നത്. 3000 കൊടുക്കുവാണെങ്കിൽ ഈ ബൾക്ക് ഹെഡ് താഴോട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. സെൻറ്റർ ഹൈറ്റ് 3000 ആണെങ്കിൽ അത് ഒരു 150 mm മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടുത്തെ കൊടുക്കാൻ. സോ ഞാൻ ഇവിടുത്തെ 3000 കൊടുക്കുവാണെങ്കിൽ ഞാനിത് ഹോൾ സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്ത് ഞാൻ ഈ സൈഡിലോട്ട് ഫിറ്റ് ആവുന്ന രീതിയിൽ നമുക്കിതിൻ്റെ സൈസ് കുറച്ച് കുറയ്ക്കാം. ഓക്കെ, സൈസ് കുറച്ചതിന് ശേഷം ഞാനിത് 2850 അത് 150 mm നമ്മൾ മൈനസ് ചെയ്തിട്ട് മിനിമം നമ്മൾക്ക് കോവ് ലൈറ്റ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഹൈറ്റ് നമ്മൾക്ക് 150 mm അതിൻ്റെ ഒരു ഗ്യാപ്പ് വേണം. എന്നാലും നമുക്ക് ആ ഇൻസൈഡിൽ നമുക്ക് കോവ് ജിപ്സത്തിൻ്റെ ഇടയിൽ, നമ്മളിത് ജിപ്സം സീലിംഗ് ആണ്, സോ ജിപ്സത്തിൻ്റെ ഇടയിൽ നമുക്ക് കോവ് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത് നമ്മൾക്കിനി, അപ്പോൾ നമ്മുടെ രണ്ട് സൈഡിൻ്റെയും നമ്മൾ ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇപ്പോൾ ഡയമെൻഷൻ മാർക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഡയമെൻഷൻ മാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. സോ ഇപ്പോൾ ഇവിടെ ഈക്വലി എല്ലാ സൈഡും 500 ബൾക്ക് ഹെഡ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹൈറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ പ്ലാനിൽ ഉള്ളതുപോലെ തന്നെ 2 പെൻഡൻ ലൈറ്റ് വന്നിട്ടുണ്ട്, കോവ് ലൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മളുടെ ഇതിന് നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു ലെജൻഡ് കൂടെ കൊടുത്തിട്ട് നമ്മൾക്ക് CL01 എന്താണ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം ഇതൊരു ടൈപ്പ് ഓഫ് പെൻഡൻ ലൈറ്റ് ആണ്. സോ നമുക്ക് ഇതിനൊരു ഒരു കോഡ് കൊടുക്കാം, PL01 പെൻഡൻ ലൈറ്റിൻ്റെ PL01 കൊടുക്കാം. ഇനി ഞാൻ സ്പോട്ട് ലൈറ്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ SL01 അങ്ങനെ എനിക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എനിക്ക് കോവ് ലൈറ്റിന് എനിക്ക് വേറൊരു നമ്പർ കൊടുക്കാം. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമ്പർ കൊടുത്ത് നമ്മൾക്കിവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.